കേരള കലാമണ്ഡലത്തിൽ അധ്യാപകരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് തുടർക്കഥയാവുന്നു. 3 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധം ശക്തവുമാണ്. റിപ്പോർട്ട്. ശമ്പളം മുടങ്ങുക മാത്രമല്ല, ഇക്കാലത്തെ PF വിഹിതവും അടച്ചിട്ടില്ലെന്ന് ജീവനക്കാർ പരാതിപ്പെടുന്നു. കൽപ്പിത സർവകലാശാലയായ കലാമണ്ഡലം പ്രവർത്തിക്കുന്നത് പ്ലാൻ ഫണ്ടും ഗ്രാന്റും ഉപയോഗിച്ചാണ്. ശമ്പളം ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ഇത്തരം ഫണ്ടുകളെയാണ്. ശമ്പളം മുടങ്ങിയതിന് വ്യക്തമായ മറുപടി നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും ജീവനക്കാർ പരാതിപ്പെടുന്നു. വായ കീറിയ ദൈവം എരെയും കൽപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു ഭാഷ്യമാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഞങ്ങൾ നിരന്തരം ബഹുമാനപ്പെട്ട മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ രേഖാമല എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇതിന് യാതൊരു വക തീരുമാനങ്ങളും ഇല്ല. ക്രിസ്മസ് ആയാലും ഓണായാലും വിഷു ആയാലും ജീവനക്കാരെ സംബന്ധിച്ച് പട്ടിണി എന്നുള്ളൊരവസ്ഥയാണ് കുറച്ച് കാലങ്ങളായിട്ട് വരുന്നത്. ഈ പറയുന്ന പോലെ നമുക്കറിയാം സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ ഉണ്ട്. ഇക്കാലത്തും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രമാണ് സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 13.5 കോടി രൂപയാണ് വാർഷിക ചെലവ്. ഗ്രാന്റിനത്തിൽ ലഭിക്കുന്നത് 7.5 കോടി രൂപ മാത്രം. 132 സ്ഥിരം ജീവനക്കാരും 70 താൽക്കാലിക ജീവനക്കാരും 600 വിദ്യാർത്ഥികളുമുണ്ട് ഇവിടെ. വിദ്യാർത്ഥികൾക്ക് 1250 രൂപ പ്രതിമാസം സ്റ്റൈഫൻഡും നൽകണം. കലാരംഗത്ത് രാജ്യത്ത് തന്നെയേറെ പ്രസിദ്ധമായ കലാമണ്ഡലത്തിലാണ് ഈ ദുരവസ്ഥ. പ്രശ്നം പലതവണ സർക്കാർ മുമ്പാകെ അവതരിപ്പിച്ചെങ്കിലും പ്രശ്നപരിഹാരം ഇനിയുമേറെ അകലെയാണ്. റിപ്പോർട്ടർ, തൃശൂർ. കലാമണ്ഡലത്തിലെ അധ്യാപികമാർ നമ്മൾ നവകേരള സദസ്സിൻ്റെ യാത്ര പോകുന്ന സമയത്ത് ആദ്യം അവിടെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട പരിദേവനം അതാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. 3 മാസമായി ശമ്പളം പ്രശ്നമാണ്. നവകേരള സദസ്സിൽ അവർ പരാതിയായിട്ട് കൊടുത്തു, എന്നിട്ട് പോലും ഇത് പരിഹരിച്ചിട്ടില്ല. 3 മാസമായി. മാത്രമല്ല, ഈ കലാമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, കലാമണ്ഡലം തനത് വരുമാനമുള്ളൊരു ഒരു ഒരു സ്ഥാപനം കൂടിയാണ്. തനത് വരുമാനം എന്ന് പറയുമ്പോൾ അവർ ഈ വിവിധ കലാരൂപങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ കോഴ്സുകളിലും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. സീറ്റുകൾ മിക്കവാറും ഫില്ലുമാണ്. അവിടെ ഒരുപാട് സാധ്യതകളുള്ളൊരു കലാമണ്ഡലവുമാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവും. ഇപ്പോൾ ഈ വളരെ വെച്ചാൽ കലാമണ്ഡലത്തിലെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ഈ ആശാ വർക്കർമാർ സമരം ചെയ്തിരുന്നു. അവർ ഈ ചെറിയ മറിയാമ്മയെ പോലെ എടുത്തിട്ട് അംഗൻവാടി ടീച്ചർമാർ അല്ലേ, ആശാവർക്കർമാരാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ വളരെ ശക്തമാണ്. ജെയ്സൺ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ജെയ്സൺ, 3 മാസമായി ശമ്പളം മുടങ്ങിയിട്ട് ഗുരുതരമായ അവസ്ഥയാണ്. അതിൽ പലരും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നുണ്ട്. പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കലാകാരികളായിട്ടുള്ള അധ്യാപകരും അധ്യാപികമാരും അല്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന 4 പേരും കലാമണ്ഡലത്തിൽ ഒരു തവണയെങ്കിലും ഉണ്ടാകുമെന്നാണ്. ഇല്ലെങ്കിൽ തിരുത്തണം, ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും വരണം. അത്രയേറെ സുന്ദരമായ സ്ഥലം. പഴയ കലാമണ്ഡലം അതിലേറെ സുന്ദരമാണ്. കാരണം ഭാരതപ്പുഴയുടെ തീരത്ത്, നദിയുടെ തീരത്ത് ഏറ്റവും സുന്ദരമായ ഒരു ശാന്തമായൊരു ഇടമാണ് കലാമണ്ഡലം. അത്തരം ഒരു കലാമണ്ഡലത്തിൽ ഇത് തുടങ്ങുന്ന സമയത്ത് വള്ളത്തോൾ, അതുപോലെ തന്നെ മോഹൻദാസ് രാജുവൊക്കെ വിഭാവനം കണ്ട ഏറ്റവും വലിയ കലയുടെ ഒരു ലോകം. അതായത് നമ്മുടെ നാടിൻ്റെ കലയെ ഈ ലോകത്തിന് കാഴ്ചവെക്കുക, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക, സമർപ്പിക്കുക, അതിൻ്റെ ഉയർച്ച, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി തുടങ്ങിയ ഒരു കലാമണ്ഡലമാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ അത്തരം ഒരു കലയെ പോഷിപ്പിക്കുന്ന ഒരു മേഖല ഇപ്പം നമുക്ക് വേണമെങ്കിൽ ബംഗാളിലെ ടാഗോറിൻ്റെ എനിക്കും പറയാം. പക്ഷേ നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, നാം കാത്തു സംരക്ഷിക്കേണ്ട ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ്. നമ്മൾ വല്ല രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ മറ്റേതെങ്കിലും സ്ഥാപനമാണെങ്കിൽ അവർ അക്രമാസക്തമായ സമരമൊക്കെ നടത്തും. ഇവർ കലയെ ഉപാസിക്കുന്നവരാണ്. ഇവർക്ക് സമരം ചെയ്യുന്നതിന് ഇവർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായ ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ മോഹിനിയാട്ടം, അത്തരത്തിൽ വളരെ സ്വാത്വികമായ കലകൾ അഭ്യസിക്കുന്ന, കലകൾ പ്രകടിപ്പിക്കുന്ന ഇവരെ ഒരു ശമ്പളം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു വലിയ രീതിയിൽ സമരത്തിലേക്കൊന്നും പോവുക എന്നത് അവരുടെ മാനസികാവസ്ഥ നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് ഇപ്പോൾ ഉണ്ണിസാറിനായാലും അതുപോലെ അനിൽകുമാറിനൊക്കെ മനസ്സിലാവുന്ന അവർക്കും പ്രതിഷേധിക്കുന്നത് തന്നെ അതിനൊക്കെ ഒരു മിതത്വമുണ്ട്. അത്തരത്തിൽ 3 വർഷം 3 മാസത്തെ ശമ്പള കുടിശ്ശിക വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ അധ്യാപകന്മാർക്ക്, കലാകാരന്മാരും കലാകാരികളുമായ അധ്യാപകരുള്ള ഇടമാണ്. അവിടെയാണ് ശമ്പള കുടിശ്ശിക. ഈ ജെയ്സൺ പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ,
ഇത്തരം മേഖലകളിലേക്ക് ആളുകൾ വളരെ ചുരുക്കേ വരുള്ളൂ അല്ലേ? പക്ഷെ നമ്മുടെ തനത് കലകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കും, ലോകത്തിന് മുമ്പിൽ നമ്മളത് അവതരിപ്പിക്കണമെന്ന് പറയും, നമ്മുടെ സംസ്കാരമാണെന്ന് പറയും, നമ്മുടെ അഭിമാനമാണെന്ന് പറയും. പക്ഷെ ആ മേഖലയിലേക്ക് വരുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അത്രയും താല്പര്യപ്പെട്ടാണ് വരുന്നത്. വരുന്നത്. അതുകൊണ്ട് അവിടെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക ബാധ്യത നമുക്ക് മാത്രമല്ല ഇവർക്ക് മറ്റുള്ള കലാകാരന്മാരെ പോലെ പൊതുവേദികൾ കുറവുമാണ്. കുറവുമാണ്. അതാണ് ജെയ്സൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ മേഖലയിലേക്ക് ആളുകൾ വരാൻ വളരെ വിമുഖത കാണിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ആളുകൾ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അല്ലേ? കലാമണ്ഡലത്തിൽ ഇതിനൊരു മറിയക്കുട്ടി ഉണ്ടായി പിച്ചച്ചട്ടിയും എടുത്ത് വരുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരുമോ? അതാണ്.